എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. നമ്മുടെ ഇഷ്ടമെന്ന സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്, അതിലേക്ക് പോയാലോ? അപ്പം നമ്മൾ ലാസ്റ്റ് സീൻ കണ്ടത് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡായിരുന്നു. നമ്മുടെ മഹേഷിൻ്റെ അടുത്ത് ഇഷിത കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ വിനോദിന് ഒരു ഇഷ്ടമുണ്ട്, അത് സുചിത്രയാണെന്നും അനുഗ്രഹയല്ലെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അപ്പം മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നീ എൻ്റെ അടുത്ത് അറിയിച്ചില്ല എന്നുള്ളതൊക്കെ. അപ്പം നമ്മുടെ ഇഷിത പറയുന്നുണ്ട്, അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല. കാരണം നിങ്ങൾ പോയി എല്ലാം ഉറപ്പിച്ചു വന്ന ശേഷം വിനോദിൻ്റെ അടുത്ത് ഞാൻ ആദ്യം സംസാരിച്ചപ്പം വിനോദും ഏട്ടനെ ധിക്കരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഉള്ള കാര്യം അറിയിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷിത പറയുന്നത്. ഇതിപ്പം വീട്ടിലെല്ലാവരും അറിഞ്ഞു. അപ്പം വീട്ടുകാരെല്ലാം ഇഷിതയെ കുറ്റപ്പെടുത്തുകയാണ്, നീ കാരണമാണ് ഇതെല്ലാം ഇങ്ങനെയായെന്ന്. മഹേഷും അങ്ങനെ തന്നെ പറയുന്നു, താൻ എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുന്നു. ഇത് കേട്ട ഇഷിതയ്ക്ക് ആകെ വിഷമമാകുന്നു. കാരണം ഇഷിത അങ്ങനെയല്ല കരുതിയത്. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കാര്യമായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ നേരിട്ടേനെ. പക്ഷേ ഇതെനിക്ക് കുടുംബമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് എനിക്ക്, കാരണം ഇത് മുടങ്ങിക്കഴിഞ്ഞ് എല്ലാവർക്കും പ്രശ്നമാകും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നു. അങ്ങനെ ഇത് എല്ലാം അറിഞ്ഞ അനുഗ്രഹിയും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണ്. കാരണം തൻ്റെ കൂട്ടുകാരിയെ വേദനിപ്പിക്കാൻ അനുഗ്രഹിക്കും കഴിയില്ല. അങ്ങനെ അരുന്ധതി മേഡം മഹേഷിൻ്റെ അടുത്ത് പറയുന്നു, നീ എന്തിനാണ് എൻ്റെ മകളുടെ ജീവിതം തകർത്തത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് മഹേഷ് ആകെ തകർന്ന് തരിപ്പണമാകുകയാണ്. കാരണം മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അരുന്ധതി മേഡം പറയുന്നുണ്ട്, അവളുടെ സ്വപ്നങ്ങളാണ് എല്ലാം തകർന്നത്. എന്തായാലും വേറൊരാളെ സ്നേഹിച്ച സ്ഥിതിക്ക് വിനോദിനെ അവൾക്കിനി വേണ്ട എന്ന് അരുന്ധതി മേഡവും പറയുകയാണ്. അപ്പം മഹേഷിന് മനസ്സിലാവുന്നു, ഇനിയിപ്പോൾ കേരള ചാപ്റ്ററും തൻ്റെ കയ്യിൽ നിന്ന് പോകും, താൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നുള്ള ചിന്തയൊക്കെയായി മഹേഷ്. അങ്ങനെ മഹേഷ് കുടിച്ച് ലക്ക് കേട്ട് എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിൽ ആകെ തകർന്ന് വീട്ടിലേക്ക് വീട്ടിലേക്ക് കയറി വിനോദാണ് കൊണ്ടുവരുന്നത്. ഇത് കണ്ട വിനോദിനും വളരെ വിഷമമാവുന്നു. കാരണം താൻ കാരണമാണല്ലോ തൻ്റെ ഏട്ടന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കാരണം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെയാണ് സംഭവിച്ചത്. താൻ ആദ്യം തന്നെ ഇത് പറയണമായിരുന്നു പറയുന്നു. പക്ഷേ അതേസമയം തന്നെ വീട്ടുകാരെല്ലാവരും ഇഷിത കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നവല്ലി പറയുന്ന, അനുഗ്രഹം നല്ലൊരു കുട്ടിയായിരുന്നു, അവളെയായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടം, നിൻ്റെ അനിയത്തിയേക്കാളും നല്ല കുട്ടിയായിരുന്നു എന്നൊക്കെ ഇഷിതയോട് കയർക്കുകയാണ്. പക്ഷേ ഇഷിത ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി നിൽക്കുകയാണ്. അപ്പോൾ ഈ മഹേഷ് കുടിച്ച് ലക്കുകയായിട്ട് വരുന്നത് കണ്ട ഇഷിതയുടെ ഉള്ളിലൊരു വിഷമമാകുകയാണ്. എങ്ങനെയെങ്കിലും മഹേഷിനെ ഇതിൽ നിന്ന് രക്ഷിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഇഷിത എത്തുകയാണ്. കാരണം തൻ്റെ ഭർത്താവാണ്. ഒരിക്കലും മഹേഷിനെ ഇതിനു മുമ്പ് ഇഷിത അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷിക്കാൻ വേണ്ടി ഇഷിത പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയാണ് അടുത്ത എപ്പിസോഡൊക്കെ വരുന്നത്. നെക്സ്റ്റ് വീക്ക് എപ്പിസോഡ് അതായിരിക്കും. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീക്കിലെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.